നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. +2 VHSC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചത്. +2വിൽ 87.94% പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. കഴിഞ്ഞ വർഷം ഇത് 85.13% സേ പരീക്ഷ ഓഗസ്റ്റ് 11 മുതൽ നടത്തും. ജില്ലയിലെ ലഹരി വ്യാപനം തടയാൻ ലഹരി നിർമ്മാർജ്ജന പദ്ധതിയുമായി ജില്ലാ പഞ്ചായത്ത്. മാഫിയകളുടെ അതിപ്രസരം തടഞ്ഞ് ജില്ലയെ ലഹരി മുക്തമാക്കുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി KSTU തിരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ഓൺലൈൻ പഠനത്തിന് എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഏകീകൃത ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകണമെന്ന് KSTU ആവശ്യപ്പെട്ടു. ട്രാൻസ്ജെൻഡർ അനന്യയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ട്രാൻസ്ജെൻഡർ സമൂഹം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിനായി പോരാട്ടം കുറിക്കുമെന്ന അധികാരികൾക്ക് മുന്നറിയിപ്പ് നൽകി കുറ്റിപ്പുറം നിളയെ സാക്ഷിയാക്കി ട്രാൻസ്ജെൻഡർ സമൂഹം പ്രതിജ്ഞയെടുത്തു. ട്രിപ്പിൾ ലോക്ഡൌണിൽ വെള്ളച്ചാട്ടം കാണാനെത്തിയവരുടെ വാഹനം പിടിച്ചെടുത്തു. ഡി കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആദവനാട് അയ്യപ്പനൂർ വെള്ളച്ചാട്ടം കാണാനെത്തിയ 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തിരൂർ ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തിരൂരിലും പരിസരത്തും കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ പരിശ്രമം നടത്തിയ മുൻ KPCC മെമ്പറും DCC വൈസ് പ്രസിഡന്റുമായിരുന്ന K ബാലന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. വെട്ടത്തുനാട് ചരിത്ര സാംസ്കാരിക സമിതിയും വോയ്സ്ക ഇന്റർനാഷണലും സംയുക്തമായി ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണം സംഘടിപ്പിച്ചു. കൂട്ടായി വാടിക്കടവത്ത് നടന്ന പരിപാടി വെട്ടത്തുനാട് ചരിത്ര സമിതി പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പുറത്തൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടക്കുന്ന കോവിഡ് വാക്സിൻ വിതരണത്തിലെ ക്രമക്കേടിനെതിരെ UDYF പുറത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിൽപ്പ് സമരം നടത്തി. രാഷ്ട്രീയം നോക്കിയുള്ള വാക്സിൻ വിതരണം അവസാനിപ്പിക്കണമെന്ന് UDYF ആവശ്യപ്പെട്ടു. വിവിധ ജില്ലകളിലായി 140ഓളം മോഷണക്കേസിലെ പ്രതിയെ തിരൂരിൽ കൊണ്ടുവന്ന തെളിവെടുപ്പ് നടത്തി. ഒരു വർഷം മുൻപ് തിരൂർ പോലീസ് ലൈനിലുള്ള ദന്തൽ ക്ലിനിക്കിലെ മോഷണത്തിന്റെയും BP അങ്ങാടിയിലെ കടയുടെയും സൂപ്പർ മാർക്കറ്റിലെയും പണവും മറ്റും മോഷ്ടിച്ച കേസിലാണ് കൊല്ലം സ്വദേശി അഭിലാഷ് എന്ന കോട്ടത്തല രാജേഷിനെ മോഷണം പോയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന തിരൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.